അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നല്ല രസമുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുള്ളൊരു പലഹാരമാണിത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാനും തോനെ പണിയൊന്നുമില്ല, തോനെ സാധനവും വേണ്ട. അപ്പോൾ നമ്മളെ പെരയിലൊക്കെ ഉണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുകയല്ലേ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മധുര പാത്രം അടുപ്പത്ത് ചുടുത്തുക്കണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം പാർന്നു കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണ്. നമ്മൾ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കതേക്ക്. ഇനി നമുക്ക് ഇതൊന്നങ്ങോട്ട് ഇളക്കി കൊടുത്തുകാണ്ട് ഈ വെള്ളം ഒന്ന് തിളക്കോളം ഒന്നും കാത്തിക്കണം. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിക്കണമെങ്കിൽ നിങ്ങളൊന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തത്തെ ആ ബെല്ലുമ്മലും കൂടി നിങ്ങളൊന്ന് തൊട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ജജ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജജാലോ. പിന്നെ നമുക്കൊരു ലേക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് മനസ്സിലാകുക. അങ്ങനെ ഇപ്പം നമ്മളെ വെള്ളമൊക്കെ ഇപ്പം നല്ലോണം തിളച്ച് വന്നിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് അളവിൽ റവ എടുത്തുക്കണ്. ഇനി നമുക്ക് ഇതായിക്കൊന്നാണ് ഇട്ടെടുത്ത് കാണ്ടി നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ കജ്ജെടുക്കാതെ ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ തിജൊന്ന് അങ്ങോട്ട് കുറച്ച് കൊടുക്കാം. അല്ലെ പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിക്കാണ്ട് വേഗം അങ്ങോട്ട് അടി പിടിച്ചും ചെയ്യും, വേഗം ചെയ്യൂല. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ റവീത്തെ വെള്ളമൊക്കെ ഇപ്പോൾ ഇവിടെ വറ്റി വരാൻ തുടങ്ങിയിരിക്കണ്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് നമ്മളെ തിജൊന്ന് അങ്ങോട്ട് കെടുത്തി കൊടുത്തുകാണ്ട് ഇത് കുറച്ച് നേരം അവിടെ നിന്ന് എടുത്തേക്കാം. നമുക്ക് കജ്ജുകൊണ്ടൊക്കെ ഒന്ന് തൊടാൻ പറ്റുന്ന പാകമാകണ വരെ ഒന്നങ്ങോട്ട് എടുത്തേക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ഇതിക്കിടാനുള്ള കൂട്ടും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ചട്ടീനെ അടുപ്പത്ത് വെച്ചെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെജ്ജ് പാർന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളെ നെജ്ജൊക്കെ ഒന്ന് അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലേസം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അല്ലെങ്കിലും വലിയ തിരക്കടൊന്നുമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പൊന്നും ഇപ്പോൾ നമ്മളെ പേരിൽ എപ്പോഴും ആയാലും കൊടുന്ന് വെച്ചാൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നേന്ത്രപ്പായ എടുത്തുകാണ്ട് ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തുക്കുകയാണേ. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കണം. ഇപ്പം നമ്മളെ പായൊക്കെ കണ്ടില്ല നിങ്ങൾ ഒന്നങ്ങോട്ട് വാടി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പായ അല്ലെങ്കിലും നമുക്ക് തേങ്ങ വെച്ച് കാണ്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. വെറും തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് കാണ്ട് അങ്ങനെയും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് അളവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യും ചെയ്യുക. പിന്നെ പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെന്ന് വെച്ചാൽ നമുക്കിതിന് പകരമായിട്ട് ശർക്കര ഇട്ട് കൊടുത്താലും മതി. ശർക്കര ഒന്നാണ് കുത്തിപ്പൊടിച്ച് കാണ്ട് അത് ഇതിക്കാൻ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് ഒക്കെ പാടെ കൂട്ടിക്കാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിലേക്കുള്ള പഴവും അതേപോലെ തേങ്ങയും ഒക്കെ ഇവിടെ റെഡിയായി വന്നിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പലഹാരം ഒന്നാണ് ഉണ്ടാക്കണം. ഇപ്പം നമ്മളെ റവയൊക്കെ ചൂടാറിക്കാണ്ട് നമ്മളെ കജ്ജോണ്ടൊക്കെ തൊടുന്ന പാകമായും ചെയ്തിക്കണ്. അപ്പം നമ്മളെ റവിയിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതേപോലെ കുറച്ചെണ്ണം എടുത്തുകാണ്ട് കജ്ജിൽ വെച്ച് കാണും നല്ലോണം തന്നെ ഉരുട്ടിക്കാണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് നടുവിൽ ഒരു കുഴിയാക്കിക്കാണ്ടേ ഇതിലേക്ക് നമുക്ക് നമ്മളെ തേങ്ങയും പായവും ഒക്കെ ഉണ്ടാക്കി വെച്ച് അതിന് കുറച്ച് തീക്കണം ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ എടുത്തുകാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ സൈഡൊക്കെ നല്ലോണം അങ്ങോട്ട് കൂട്ടിയെടുക്കണം. ഇനി നമുക്കിത് കജ്ജിൽ വെച്ച് കാണ്ട് നമ്മളെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ആ ഒരു കോലത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കുക. ഇപ്പം അതല്ല, ഇനി നമുക്ക് നല്ലൊരു ബോളയിക്കാണ്ടോ ഉരുളയിക്കാണ്ടും അതേപോലെ നമ്മളെ ഉന്നക്കായൻ്റെ ഒക്കെ ഒരു കോലം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോലത്തിലും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കോലത്തിലും വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് കാട്ടിയെടുക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കജ്ജിലൊന്നാണ് വെച്ച് കാണ്ട് ഒന്നാണ് കുജ്ജാക്കി കാണ്ട് അതിക്ക് നമ്മളെ വായക്കൻ്റെ ഇതിൻ്റെയൊക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് ഒക്കെ പാടെ നല്ലോണം ഒന്നാണ് കൂട്ടി പിടിച്ച് കാണ്ട് ഒന്നങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പം തന്നെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തിന്നാനും പറ്റും. റവൊക്കെ നമ്മൾ നല്ലോണം വേവിച്ചെടുത്ത് തന്നെയാണ്. എന്നാലും നമുക്ക് ഒന്നും കൂടി നല്ല രസം കിട്ടാൻ, കാണാനും തിന്നാനും ഒക്കെ രസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നും കൂടി ഒന്നാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ചട്ടീനെ അടുപ്പത്ത് വെച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ പാർന്ന് കൊടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് അതിന് ഇട്ടെടുത്ത് കാണ്ടേ ഒന്നങ്ങോട്ട് പൊരിച്ച് കോരി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്നാണ് വെന്ത് വന്നിക്കണ്. അപ്പോൾ നമുക്ക് വെല്ലം ഒന്നങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടെടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇത് തോനെ എണ്ണയൊന്നും കുടിച്ചില്ല കേട്ടോ. തോനെ എണ്ണയൊന്നും കുടിച്ചാത്ത പലഹാരം തന്നെയാണിത്.
അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കളറൊക്കെ മാറി ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നാണ് ഇട്ടെടുത്തുകാണ്ട് ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇപ്പോൾ നല്ല രസമുള്ളൊരു പലഹാരമാണ്. നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന റവ കൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ടു. ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് അങ്ങനെയെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കാണ്ടേ നമ്മളോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ട് നമ്മൾ ഇനിയും കാട്ടിത്തരണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.